ഡബിൾ പെറ്റൽസ്, സിംഗിൾ പെറ്റൽസ്, സിൻഡ്രല്ല എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ജേസ് നെച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ഭാഗം കണ്ടു, ഈ ഭാഗത്ത് നമ്മൾ 10 മണിച്ചെടി നടാനായിട്ട് പോവുകയാണ്. അതായത് ഫുള്ള് ഡബിൾ പെറ്റൽ തിക്ക് ആയിട്ടുള്ള 10 മണി മാത്രമാണ് നമ്മൾ നടുന്നത് കേട്ടോ. ഈ ഒരു 10 മണിയുടെ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ വലുപ്പുണ്ട് നമ്മുടെ കട്ടിങ്സ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കട്ടിങ്സ് ഇങ്ങനെ രണ്ടായിട്ട് നടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 10 മണി കട്ടിങ്സ് നമ്മളിവിടെ നട്ടു കൊടുക്കുകയാണ്. ഈ ഒരു 10 മണി കട്ടിങ്സ് നിങ്ങൾക്കും അവൈലബിൾ ആവട്ടെ, നിങ്ങൾക്ക് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു 10 മണി. അപ്പോൾ ഈ ഒരു ഭാഗത്തിട്ട് ഈ ഒരു മതിലിൻ്റെ ഷെയ്ഡിലായിട്ട് നമ്മൾ ഈ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ 10 മണി നടാനായിട്ട് പോകുന്നത്. ഇതിൽ ഏകദേശം 2 ഇഞ്ച് കനത്തിൽ മാത്രമാണ് പോട്ട് മിക്സ്, അതായത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ഒഴിവാക്കി ഈ ഫൈബറിൻ്റെ ഈ ഡോർ ഉണ്ടല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഒരു ഗമ്മൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ആണി അടിച്ചിട്ടൊക്കെ നിലയുറപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിനകത്ത് മുമ്പ് നമ്മളൊരു 10 മണി പ്ലാന്റ്സ് വളർത്തിയതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അത്യാവശ്യം വേറൊരു രീതിയിൽ നമ്മൾ ഫുൾ ഡബിൾ പെറ്റൽസ് ആയിട്ട്, ഡബിൾ പെറ്റൽസ് 10 മണി മാത്രമാണ് കേട്ടോ ഇവിടെ വളർത്തിയെടുക്കാനായിട്ട് പോകുന്നത്. പല നിറത്തിലുള്ള ഡബിൾ പെറ്റൽസ്. അത്യാവശ്യം രാവിലെയൊക്കെ നന്നായിട്ട് തന്നെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ 10 മണിയൊക്കെ വെച്ചാൽ നല്ല പൂക്കൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും ഇതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കേട്ടോ. കൂടുതലായിട്ട് വളപ്രയോഗങ്ങളൊന്നും നമ്മൾ വല്ലാതെ ചെയ്തു കൊടുക്കേണ്ട, ഒരു നേരം വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഏകദേശം ഒരു 19 വെറൈറ്റിയോളം നമ്മളടുത്ത് സിംഗിൾ പെറ്റൽസും അതുപോലെ തന്നെ ഇതുപോലെ ഡബിൾ പെറ്റൽസ് ആയിട്ടും ഒരു 19 വെറൈറ്റിയോളം നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മൾ DTDC കൊറിയർ വഴി നമ്മൾ കേരളത്തിൽ എവിടെയും ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 10 മണി കട്ടിങ്സ് ഇതാ ഏകദേശം ഈ ഒരു വലിപ്പമുണ്ടാവും കേട്ടോ. എല്ലാ കട്ടിങ്സും ഏകദേശം നമ്മുടെ ഒരു പേനയുടെ ഒക്കെ വലിപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 19 വെറൈറ്റി കളേഴ്സോളം ഉണ്ടെന്ന്. അപ്പോൾ ഓരോ കളേഴ്സും 3 കട്ടിങ്സ് വീതമാണ് നമ്മൾ അയച്ചു കൊടുക്കുക. ഓരോ കസ്റ്റമറിനും ഒരു കളർ 3 കട്ടിങ്സ് വീതമാണ് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് നമുക്ക് വീണ്ടും ഇതുപോലെ മുറിച്ചിട്ട് രണ്ടാക്കി നടാനായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു കളർ 6 കട്ടിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ 25ൻ്റെ കോംബോ അതുപോലെ തന്നെ 30-35 കളേഴ്സിൻ്റെ കോംബോ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ഡിഫറൻ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ പെറ്റൽസ് മാത്രമാണെങ്കിൽ അങ്ങനെയും, അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസ് മാത്രമാണെങ്കിൽ അങ്ങനെ അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 25 കോംബോയിലും അതുപോലെ തന്നെ 30ൻ്റെ കോംബോയിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടും അങ്ങനെ ആയിക്കോട്ടോ. അത് ഡബിൾ പെറ്റൽസ്, സിംഗിൾ പെറ്റൽസ്, സിൻഡ്രല്ല എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നട്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ 10 മണിച്ചെടികളൊക്കെ നടാനായിട്ട് ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റ്സും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ പോട്ട് മിക്സ്, അതായത് ചാണകപ്പൊടി മണ്ണും മാത്രമാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഈ 10 മണിക്ക് ആ ഒരു പോട്ട് മിക്സ് തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ഏകദേശം ഒരു ദിവസം ഒരു നേരം മാത്രം നനച്ചു കൊടുത്താൽ തന്നെ ഈ 10 മണിക്ക് ധാരാളമാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് വെയിലാണ്. ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെയുള്ള വെയിൽ മുഴുവനായിട്ടും കൊള്ളത്തക്ക രീതിയിൽ വേണം ഈ ഒരു പ്ലാന്റ്സ് നടാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവാനായിട്ട് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മളിവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോംബോ ഉണ്ട്, അതായത് 25 കോംബോ ആണോ 35 കോംബോ ആണോ എന്ന് നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നത്, സെപ്പറേറ്റ് ടാഗ് ചെയ്യില്ല, നമ്മളെല്ലാം കൂടി മിക്സഡ് ആയിട്ടായിരിക്കും അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻസ് മുഴുവൻ പൂ വിരിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ 10 മണി വേണമെന്നുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജേസ് നെച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.